How to use a mouse. In the previous classes, we studied that mouse is an input device. അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൗസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണെന്ന്. ഓക്കെ, ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ സ്റ്റഡി മോർ അബൌട്ട് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ mouse. Okay, moving to the chapter. Mouse is an input device connected to the computer with a wire. It is used to move the cursor along the screen of the computer. അതായത് മൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറുമായിട്ടൊരു വയറിലൂടെ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്ക്രീനിലുള്ള കഴ്സറിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൗസ് ഉപയോഗിക്കുന്നത്. It is also used to select or move different objects on the screen by pointing or clicking. കൂടാതെ മൗസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ക്രീനിലുള്ള ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിനെ മൂവ് ചെയ്യാനോ സെലക്ട് ചെയ്യാനോ കഴിയുന്നു. ഓക്കെ, ഇൻ ഷോർട്ട് എ മൗസ് ഈസ് യൂസ്ഡ് ടു ഗിവ് കമാൻഡ്സ് ടു ദ കമ്പ്യൂട്ടർ. ചുരുക്കി പറഞ്ഞാൽ മൗസ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് കമാൻഡ് നൽകുന്നതിന് വേണ്ടിയാണ്. Okay, mouse has mainly two buttons. The buttons are called left button and right button. നമ്മൾ കണ്ടിട്ടുണ്ട് മൗസിന് പ്രധാനമായിട്ട് രണ്ട് ബട്ടനാണുള്ളത് അല്ലേ? ഏതൊക്കെയാണ്? ലെഫ്റ്റ് ബട്ടണും റൈറ്റ് ബട്ടണും. ഓക്കെ, there is a scroll wheel between the buttons to move up and down in a page on the screen. ഇനി ഈ ലെഫ്റ്റ് ബട്ടൻ്റെയും റൈറ്റ് ബട്ടൻ്റെയും ഇടയിലായിട്ട് എന്തുണ്ട്? ഒരു സ്ക്രോൾ വീലുണ്ട്. ഈ സ്ക്രോൾ വീൽ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സ്ക്രീനിലുള്ള പേജ് മുകളിലേക്കും താഴേക്കും നീക്കാനായിട്ട് കഴിയുന്നത്. ഓക്കെ, ഏർലിയർ ദർ വേർ 3 ബട്ടൺ മൗസസ്. ആദ്യകാലങ്ങളിലുള്ള മൗസിൽ 3 ബട്ടൺസാണ് ഉണ്ടായിരുന്നത്. നൗ ദർ ആർ കോഡ്ലെസ് മൗസസ് ഓൾസോ. പക്ഷേ ഇപ്പോഴത്തെ കാലത്തിൽ ഒരു വയർ കണക്ഷൻ പോലും ഇല്ലാത്ത കോഡ്ലെസ് മൗസസ് വരെ ലഭ്യമാണ്. ദേ ക്യാൻ ബി കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ വിതൗട്ട് എ വയർ. അതായത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള മൗസസൊക്കെ എങ്ങനെയാണ്? ഒരു വയർ ഉപയോഗിച്ചിട്ടാണ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ കോഡ്ലെസ് മൗസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അതിന് പ്രത്യേകിച്ച് വയർ കണക്ഷൻ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഫിഗർ ഷോസ് ദ മെയിൻ പാർട്സ് ഓഫ് എ മൗസ്. ഒരു മൗസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു 2 ബട്ടൺസ് ഉണ്ട്, ലെഫ്റ്റ് ബട്ടണും റൈറ്റ് ബട്ടണും. ഇനി നടുവിലുള്ള വീലിനെയാണ് എന്തെന്ന് പറയുക? സ്ക്രോൾ വീൽ എന്ന് പറയുക. അപ്പോൾ ഒരു മൗസിന് പ്രധാനമായിട്ട് 3 പാർട്സാണുള്ളത്. ഏതൊക്കെയാണുള്ളത്? ലെഫ്റ്റ് ബട്ടൺ, റൈറ്റ് ബട്ടൺ, സ്ക്രോൾ വീൽ. മനസ്സിലായോ? അപ്പോൾ ഒരു മൗസിൻ്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് ലെഫ്റ്റ് ബട്ടൺ, റൈറ്റ് ബട്ടൺ ആൻഡ് സ്ക്രോൾ വീൽ. ഓക്കെ, സോ വി സ്റ്റഡീഡ് ദാറ്റ് മൗസ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. മൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് ഡിവൈസാണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് കമാൻഡ്സ് നൽകാനായിട്ട് കഴിയുന്നു. And mouse has mainly 2 buttons. The buttons are left button and right button, and there is a scroll wheel between the buttons to move up and down in a page on the screen. അതായത് മൗസിന് പ്രധാനമായിട്ട് 2 ബട്ടൺസ് ഉണ്ട്, കൂടാതെ അതിൻ്റെ നടുവിലൊരു സ്ക്രോൾ വീൽ ഉണ്ട്. ഈ സ്ക്രോൾ വീൽ ഉപയോഗിച്ചിട്ടാണ് പേജസിനെ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കാനായിട്ട് കഴിയുക. കൂടാതെ മൗസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്ക്രീനിലുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മൾ മൗസ് ഉപയോഗിക്കുന്നത്. ഓക്കെ.